ഇന്ത്യയിലൂടെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ആദ്യത്തെ ഹൈബ്രിഡ് റോക്കറ്റായ റൂമി വിജയകരമായി വിക്ഷേപിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ സ്റ്റാർട്ടപ്പ് കമ്പനിയായ സ്പേസ്ഓൺ ഇന്ത്യയും മാർട്ടിൻ ഗ്രൂപ്പും ചേർന്നാണ് ഇത് പുറത്തിറക്കിയത്. 3 ക്യൂബ് ഉപഗ്രഹങ്ങളും 50 പിക്കോ ഉപഗ്രഹങ്ങളും ഈ റോക്കറ്റിൽ വിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു മൊബൈൽ ലോഞ്ചറിൽ നിന്നാണ് ലോഞ്ചിങ് നടത്തിയത്. അതായത് ഈ റോക്കറ്റ് എവിടെ നിന്നും വിക്ഷേപിക്കുവാൻ കഴിയും. 3 ക്യൂബ് ഉപഗ്രഹങ്ങളും 50 പിക്കോ ഉപഗ്രഹങ്ങളും ഈ റോക്കറ്റിൽ വിക്ഷേപിച്ചു. ഒരു ഉപഭ്രമണപഥത്തിൽ റിലീസ് ചെയ്യുന്നവയാണിവ. ഈ ഉപഗ്രഹങ്ങൾ ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും പഠിക്കുകയും ഡാറ്റ അയക്കുകയും ചെയ്യും. റൂമി 1 റോക്കറ്റിന് ഒരു ജനറിക് ഇന്ധന അധിഷ്ഠിത ഹൈബ്രിഡ് മോട്ടോറും ഇലക്ട്രിക്കലി ട്രിഗർ ചെയ്ത പാരച്യൂട്ട് ഡിപ്ലോയറുമുണ്ട്. ആഗോളതാപനത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ഗവേഷണ ആവശ്യങ്ങൾക്കായി ഈ ഉപഗ്രഹങ്ങൾ ഡാറ്റ ശേഖരിക്കും. റൂമി റോക്കറ്റിൽ ഒരു ജനറിക് ഇന്ധന അടിസ്ഥാനമാക്കിയിട്ടുള്ള ഹൈബ്രിഡ് മോട്ടോറും ഇലക്ട്രിക്കലി ട്രിഗർ ചെയ്ത പാരച്യൂട്ട് ഡിപ്ലോയറും സജ്ജീകരിച്ചിരിക്കുന്നു. അതായത് ഉപഗ്രഹം വിട്ട ശേഷം പാരച്യൂട്ടിന്റെ സഹായത്തോടെ റോക്കറ്റ് വീണ്ടും താഴേക്ക് വരും. പൈറോ ടെക്നിക്കുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. റൂമി 1 റോക്കറ്റിന്റെ ദ്രവ ഖര ഇന്ധന പ്രൊപ്പല്ലറ്റ് സംവിധാനമുണ്ട്. അങ്ങനെ പ്രവർത്തന ചെലവ് കുറയ്ക്കുകയും ശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു. സ്പേസ്ഓൺ ഇന്ത്യ ഒരു എയ്റോ ടെക്നോളജി കമ്പനിയാണ്. കുറഞ്ഞ ചെലവിൽ ബഹിരാകാശ വ്യവസായത്തിന് ശരിയായ സാങ്കേതിക വിദ്യയും സൗകര്യങ്ങളും ലഭ്യമാക്കാൻ പ്രവർത്തിക്കുന്നു. റൂമി 1 റോക്കറ്റിന് 80 കിലോഗ്രാം ഭാരമുണ്ട്. ഇതിൽ 70% പുനരുപയോഗിക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.